എം.എ. ബേബി കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. ശ്രീ എം.എ. ബേബി, താങ്കൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ വിയോഗത്തെ നോക്കിക്കാണുന്നത്? വ്യക്തിപരമായി രണ്ട് ഘട്ടങ്ങളിൽ അടുത്ത് ഇടപഴകാൻ അവസരം കിട്ടിയിട്ടുള്ളത് കൊണ്ട് ശ്രീ മൻമോഹൻ സിംഗിന്റെ പ്രത്യേകതകൾ കുറേയേറെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. വ്യക്തിപരമായി വളരെ ലളിതമായ ജീവിതം, അതുപോലെ തന്നെ തുറന്ന പെരുമാറ്റം, വളരെ വലിയ ഉത്തരവാദിത്വങ്ങളിൽ എത്തിയപ്പോഴും അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഞാനൊരു വലിയ പ്രധാനപ്പെട്ട ആളാണെന്നുള്ള തരത്തിലുള്ള പെരുമാറ്റമോ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ നിലയിൽ തികഞ്ഞ ലളിത ജീവിതമാണ് അദ്ദേഹം നയിച്ചിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം പിന്തുടർന്ന സാമ്പത്തിക നയങ്ങൾ, ഇപ്പോ നിങ്ങളുടെ ആങ്കർ പറയുന്നതാണ് കേട്ടത്, രാജ്യത്തെ വലിയ പ്രയോജനം ചെയ്ത സാമ്പത്തിക നയങ്ങൾ അദ്ദേഹം നടപ്പാക്കി എന്ന് രമേശ് ചെന്നിത്തലയെ പോലുള്ള എന്റെ സുഹൃത്തുക്കൾക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഇന്ത്യ ഇന്ന് സാമ്പത്തികമായി അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളുടെ എല്ലാം ഒരു അടിസ്ഥാന കാരണം ഇന്ത്യൻ സമ്പദ്ഘടന പൂർണ്ണമായും IMFന്റെയും ലോകബാങ്കിന്റെയും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTA പോലുള്ള സംഘടനകളുടെയും നിർദ്ദേശങ്ങൾക്കും ആജ്ഞകൾക്കും വിധേയമാക്കുന്ന വിധത്തിൽ അദ്ദേഹം തുറന്നിട്ട് കൊടുത്തു. വേണ്ടത്ര കരുതലുകൾ ഉണ്ടായില്ല. അത് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത സാമ്പത്തിക നയങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മാത്രം നയങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മൻമോഹൻ സിംഗ് ആണ് ഈ സാമ്പത്തിക നയങ്ങളുടെ എല്ലാം ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നുവെങ്കിലും നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലാണ് മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രി എന്നുള്ളത് ഈ സാമ്പത്തിക നയം നടപ്പാക്കിയത്. അദ്ദേഹം മരിച്ചുപോയ സന്ദർഭത്തിൽ അദ്ദേഹം മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു കൂടെ നടപ്പാക്കിയ സാമ്പത്തിക നയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് വിമർശനങ്ങൾ നടത്തുന്നതിന് മുഖ്യമായും സമയം നീക്കിവെക്കുന്ന വിഹിതമല്ല എന്നറിയാവുന്നത് കൊണ്ട് ആ സാമ്പത്തിക നയങ്ങളോടുള്ള വിയോജിപ്പ് മാത്രം ഇവിടെ പറയുകയാണ്. വ്യക്തിപരമായി അദ്ദേഹം ഒരുപാട് വൈശിഷ്ട്യങ്ങളുള്ള ആളായിരുന്നു. രാജ്യസഭയിൽ ഞാൻ അംഗമായിരിക്കുമ്പോഴാണ് നരസിംഹറാവു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ ധനകാര്യമന്ത്രി എന്നുള്ള തരത്തിൽ അദ്ദേഹത്തെ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട്. പിന്നീട് 2006 കേരള ഗവൺമെന്റ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള കേരള ഗവൺമെന്റിന്റെ കാലത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോ കേരള പിറവിയുടെ വാർഷികം 50ാം പിറന്നാൾ അത് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി എന്നുള്ള തരത്തിൽ അദ്ദേഹം വരികയുണ്ടായി. അന്ന് ഈ കേരളപ്പിറവി ദിനത്തിൽ കേരളത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ കേരളത്തിനൊരു IIT പ്രഖ്യാപിക്കണം എന്ന് ഞങ്ങൾ VS ഞാനും കൂടി പറഞ്ഞിരുന്നു. തത്വത്തിലൊക്കെ അംഗീകരിച്ചെങ്കിലും ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ പ്രസംഗിച്ചപ്പോൾ അത് മുൻഗണനയിലുണ്ട് എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞത്. അപ്പം കേരളത്തിന് ചെയ്യേണ്ട പല കാര്യങ്ങളും സമയത്തിന് അദ്ദേഹം ചെയ്യാൻ കഴിയുന്നത് അത് രാഷ്ട്രീയമായ നിയന്ത്രണം അദ്ദേഹത്തിന്റെ മേൽ ഉണ്ടായത് കൊണ്ടാകാനാണ് സാധ്യത. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ മറ്റു കാര്യങ്ങളിൽ പലതിലും അദ്ദേഹത്തിന് കേരള സംസ്ഥാനത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ പലതും പറയുമ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ പിന്നീടാണ് രാഷ്ട്രീയ ഇടപെടലുകൊണ്ടായിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു അത് നടപ്പാക്കാൻ തയ്യാറായില്ല. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാദൃച്ഛികമായി പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നു വന്ന ഒരാൾ എന്ന നിലയിലാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുക. ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഒരു പുസ്തകം തന്നെ എഴുതപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. സിവിലിയൻ ന്യൂക്ലിയർ കരാർ അമേരിക്കയുമായിട്ട് ഒപ്പിടുന്ന കാര്യത്തിലും അദ്ദേഹം ആവശ്യമില്ലാത്ത തിടുക്കം കാണിച്ചു. ആ തിടുക്കം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ BJPക്കെതിരായിട്ടുള്ള സഹകരണം പിന്നെയും തുടരാൻ കഴിയുമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ സമയം പെട്ടെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. ശരി, നന്ദി. ശ്രീ എം.എ. ബേബിയാണ് കൈരളി ന്യൂസിനോടൊപ്പം പ്രതികരിച്ചത്.